പൈസ കൊടുത്തിട്ട് ആകെ പെട്ടുപോയി. എടാ എന്താ സംഭവിച്ചു പറയാ? അല്ല കുറെ കിട്ടിയില്ലേ? നജീബ് വന്നില്ല ഇവിടെ? ഒപ്പോഴും പോയിട്ടുള്ളൂ. നജീബ എവിടെ? നജീബ ജന ഇന്ന് കണ്ടതാ? നമ്മള് 2 ദിവസം മുമ്പല്ലടാ കണ്ടത്. ഐ ശരിയല്ലേ, 2 ദിവസം മുമ്പ് കണ്ടിട്ടില്ല നമ്മള്. ഞാൻ ഓരോ ടെൻഷനിലടാ ആകെ മറന്നു പോയതാ. അല്ല എന്താ എന്റെ പ്രശ്നം? എങ്ങനെ എന്നോട് ഞാൻ പറയാ? എനിക്കാണെങ്കിൽ അങ്ങനെ ആരോടും അങ്ങോട്ട് ചോദിച്ചു പരിചയമല്ല. ഇപ്പോഴും എന്റെ വിഷയം പറഞ്ഞില്ലല്ലോ. അതാടാ, കുട്ടിക്ക് തീരെ വെച്ച, കുട്ടിക്ക് സുഖമില്ലാതായാണ്ട് ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ പെട്ടെന്ന് സർജറി ഒക്കെ പറഞ്ഞേക്കണം. എൻ്റെ അടുത്താണെങ്കിൽ 10 പൈസയില്ല. എനിക്കറിയില്ല നമ്മളെ കഥ. നമ്മളിതിൽ ഒരു 60,000 ഉറുപ്പ്യൊക്കെ വേണമല്ലോ. ഇനിയിപ്പോൾ അതിന് ഒരു 20,000 ഉറുപ്പ്യ എന്തെങ്കിലും ഒപ്പിച്ചിട്ട് അതിനിപ്പോ ഞാനിപ്പോ എങ്ങനെ? എടാ ഒരാഴ്ചൻ്റെ ഗ്യാപ്പ് കിട്ടിയാൽ മതി. അല്ല പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പ് തന്നെ തിരിച്ചു തരും. എന്താ ചെയ്യടാ? എടാ എൻ്റെ അടുത്തില്ലതേ കുട്ടീൻ്റെ സ്കൂൾ ഫീസ് അടക്കാലതും വീട്ടുപാട അടക്കാല് പൈസയുള്ളൂ ഇപ്പോൾ. എടാ ഒരാഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളൂ അതിന്. എന്നാലേ ഇതൊരു കാര്യം ചെയ്യും, വൈകുന്നേരം വീട്ടിൽ വാ, ബാക്കി നമുക്ക് ശരിയാക്കാം. എടാ വാടകൻ്റെ പൈസ കേട്ടോ. ഇതിൻ്റെ കാര്യത്തിൽ ഒരു പേടിച്ചണ്ട, അങ്ങനെ ബേജാറിന വേണ്ട. The person you have called is speaking to someone else. സലീമ, ഇതെന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? ഞാൻ ഓരോരോ തിരക്കിലാണ് ചങ്ങായി. എന്താ പൈസ തരാത്ത? ഞാൻ ഇല്ലാത്തോണ്ടല്ലേ, വല്ലാത്തൊരേറ്. ഞാൻ സ്കൂൾ ഫീസും വാടക അടക്കാനുള്ള പൈസ എനിക്ക് എടുത്തു തന്നത്. എന്ത് ഇല്ലാത്തോണ്ടല്ലേ? എനിക്ക് ഞാൻ 1,00,000 ഉറുപ്പ്യ തരാമല്ലോ, ഒരു 20,000 ഉറുപ്പ്യല്ലേ തരാനത്. അതിനച്ച് ഇങ്ങനെ ഇടങ്ങാറാക്കണേ? ഇത് ഒരാഴ്ച പറഞ്ഞ് കൊണ്ടുപോയതല്ലടാ. സ്കൂൾ ഫീസിനും വാടകക്കും പൈസ കൊടുക്കാല്ലാതെ ഇവിടെ ആകെ ബുദ്ധിമുട്ടായിരിക്കടാ. ഉണ്ടാവുമ്പോ ഞാനത് കൊടുന്നേരണ്ട്. അതന്നെ ഇല്ല. ആ മോളോ, അത് നമുക്ക് അടക്കാം മോളെ. നമുക്ക് നാളെ അടക്കട്ടോ. അല്ല മുജീബാക്കാ, ഇജെന്തെങ്ങ ഫോൺ ചെയ്തിട്ട് എടുക്കാത്ത? കൊറേ ദിവസമായല്ലോ ചങ്ങായി, എന്താ വാടകരാത്ത്? മുജീബാക്ക നിങ്ങളൊരു 2 ദിവസം കൂടി എനിക്ക്. ചങ്ങായി എത്ര ദിവസമായി ഇജ്ജ് തരാറിഞ്ഞാണ്ട് ഇങ്ങനെ കഴിപ്പിക്കണേ? ഇനി 2 ദിവസം ഓക്കെ, ഇത് ലാസ്റ്റ് ആട്ടോ, അല്ലെ പിന്നെ ഇറങ്ങേണ്ടി രുചി. സാരല്ല മോളെ. പൈസ എന്താ വന്ന്? ഞാന് 4-5 ദിവസമായി. അല്ല എവിടേക്ക് പോകും? ഞാൻ സലീമിനൊന്ന് കാണാൻ വേണ്ടിട്ടേ. അല്ല എന്താ പ്രശ്നം? പൈസ കൊടുത്തിട്ട് ആകെ പെട്ടുപോയി. എന്താ ചെയ്യാ? ഇവിടെ കരല്ലേ, ഈ സലീമുണ്ടല്ലോ, ഞാൻ വന്നിട്ട് ഇപ്പൊ ആകെ 5 ദിവസമായിട്ടുള്ളൂ. ഓന് വിസന്റെ എന്തോ ആവശ്യത്തിന് ഇറങ്ങാണ്ട് 10 ഉറുപ്പ്യൻ്റെ അടുത്ത് കൊണ്ടേ. ഞാൻ എന്നാ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഏതായാലും ഞാനേ ഓനൊന്ന് കാണട്ടെ. പിന്നെ കടം കൊടുക്കുമ്പോഴല്ലേ ആളെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് കൊടുക്കാം. ഒരു നിലക്ക് കൈയാണെങ്കിൽ കൊടുക്കാതെ വെക്കുക, മനസ്സിലായില്ലേ? ഈ സാധാരണ പാവപ്പെട്ടവരെയാണ് ഇവർ പറ്റിക്കുക. ഇപ്പം ഇജ്ജ് കടം കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ ഇജ്ജ് തിരിച്ചു ചോദിച്ചാൽ ഇജ്ജ് ശത്രുവായി. ഇതാണ് കടത്തിൻ്റെ പ്രശ്നം. അപ്പം ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കുക. എൻ്റെ ബുദ്ധിമുട്ടിൽ ഉണ്ടായിങ്ങോട്ട് കൊടുക്കരുത്. ഇല്ലെങ്കിൽ പിന്നെന്താ ഇജ്ജ് മറ്റുള്ളവരെ മുമ്പിൽ അപഹാസ്യനോ. ഇതപ്പം നടന്നത്. ഒരു കാര്യം ഇജ്ജ് കുട്ടികളെ പഠിപ്പ് മുടക്കണ്ട. ഇജ്ജ് കുട്ടികളെ ഫീസ് അടക്ക്, വാടകൻ്റെ നമുക്ക് ശരിയാക്കാം. വേണ്ട പിടിക്ക്. ഇജ്ജ് മാസം എൻ്റെ അടുത്ത് ഇല്ലീനനുസരിച്ച് തന്നാൽ മതി. ഇജ്ജ് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം വെച്ചാൽ അന്നെ എന്നൊന്നും ഞാൻ കാണാൻ തുടങ്ങിയല്ല, മനസ്സിലായില്ലേ? കൂടെ നടന്നവർ ശത്രുവാവാൻ ഒരു നിമിഷം മതി.